Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. റിയൽമിയുടെ ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് റിയൽമി C100 എന്ന് പറയുന്ന ഒരു 4G നെറ്റ്വർക്ക് ഇന്തോനേഷ്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. IP69K റേറ്റിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. അതും 8000 mAh ബാറ്ററി, 6.8 ഇഞ്ചിൻ്റെ IPS LCD, 120 Hz റിഫ്രഷ് റേറ്റ്, UFS 4.2 അല്ല 2.2 ആണ് UFS സിസ്റ്റം. LPDDR-ൻ്റെ 4x റാം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 50 മെഗാ ബാറ്ററി, പിന്നെ 45 വാട്ട്സിൻ്റെ ചാർജിങ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. അതും 4G നെറ്റ്വർക്ക് ആണ് വെച്ചിട്ട് ഇറങ്ങുന്നത്. പിന്നെ 2 വേരിയൻറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 128 GB ഇൻ്റർണൽ സ്റ്റോറേജും 256 GB സ്റ്റോറേജ് വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ 6 GB റാമും 8 GB വേരിയൻറ്റ് റാം വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ റിവീൽ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള എത്ര ആൾക്കാരുണ്ട് ഈ ഒരു ബേസിക് റേഞ്ച് ഈ ഒരു സ്മാർട്ട് ഫോൺ റിയൽമിയുടെ C100 എന്ന് പറഞ്ഞ ഈ സ്മാർട്ട് ഫോൺ എത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ട്? ഗ്രാബ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത ടെക് ന്യൂസ് കടന്നാലും നമുക്ക് നേരെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോകാം. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. AI+ എന്ന് പറയുന്ന 3 സീരീസുകളിലുള്ള 3 സ്മാർട്ട് ഫോണുകളാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്ന് ഫ്ലിപ്പ് ഇറങ്ങാൻ പോകുന്നുണ്ട്, 2 സാധാ സ്മാർട്ട് ഫോണുകളാണ് ഇറങ്ങാൻ പോകുന്നത്. ഒരു ബേസിക് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോണും വരുന്നുണ്ട്, അതേപോലെ ഇച്ചിരി ഫ്ലാഗ്ഷിപ്പ് കൂടിയ ഒരു ഫോണും വരാൻ പോകുന്നുണ്ട്. ആദ്യത്തേത് AI+ Nova 2 ഫ്ലിപ്പ് എന്ന് പറയുന്ന ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. രണ്ടാമത് AI+ Nova 2, രണ്ടാമത് AI+ Nova 2 Ultra എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 3ൻ്റെ പിക്ചേഴ്സൊക്കെ ഞാൻ ഇതിലിടാം, റെൻഡേഴ്സ് ഞാൻ ഇതിലിടാം. ഇനി നമുക്ക് സ്പെക്കിലേക്ക് കിടക്കാം. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഫോർ ദിസ് ഇൻഫോർമേഷൻ ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. AI+ Nova 2 ഫ്ലിപ്പിൻ്റെ സ്പെക്കിലേക്ക് നമുക്ക് കിടന്നാലോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പെക്കും കൂടിയാണ്. പ്രൈസും കാര്യങ്ങളും ഞാൻ ലാസ്റ്റിൽ പറയാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കും ഞാൻ പറയാം. ഇതൊരു അഫോർഡബിൾ ഫ്ലിപ്പും കൂടിയാണ്. 50,000 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റേറ്റ് വരുന്നത്. ഡിമെൻസിറ്റിൻ്റെ 7300 ചിപ്സെറ്റാണ് വരുന്നത്. 8 GB റാമും 256 GB സ്റ്റോറേജാണ് വരുന്നത്. 6.9 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ, അതും 120 Hz റിഫ്രഷ് റേറ്റ്, ഫുൾ HD+ റെസൊല്യൂഷൻ ആണ് വരുന്നത്. പിന്നെ കവർ സ്ക്രീൻ വരുന്നത് അതും 3 ഇഞ്ച് OLED ഡിസ്പ്ലേ, അതും 120 Hz റിഫ്രഷ് റേറ്റ് വരും. പിന്നെ ബാറ്ററി ബാക്കപ്പ് വരുന്നത് 4325 mAh ബാറ്ററി, 33 വാട്ട്സിൻ്റെ ചാർജർ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. പിന്നെ ഇത് LTPS ഡിസ്പ്ലേയും കൂടിയാണ്. 120 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ക്യാമറയുടെ സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് 50 മെഗാ പ്രൈമറി ക്യാമറയും 2 മെഗാ ഡെപ്ത് സെൻസർ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലിപ്പ് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ അതും പോരാണ്ട് 50 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ 50,000 രൂപയ്ക്ക് ഇനി നിങ്ങളെ കയ്യിലൊരു ഫ്ലിപ്പ് ഫോണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ AI+ൻ്റെ Nova 2 ഫ്ലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫോണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. പ്രൈസും കൂടെ അഫോർഡബിൾ ആണ്. ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 2000 ദിറംസിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ 2200 ദിറംസിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഫ്ലിപ്പ് ഫോണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഫ്ലിപ്പ് ഫോൺ റെൻഡറും കാര്യം ഞാൻ ഇതിലിടുന്നുണ്ട്, പോയിട്ട് കാണാം. ഇഷ്ടപ്പെട്ട ആൾക്കാർ ഓടി പോയിട്ട് പഠിക്കാം. i2+ നോവൻ്റെ സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി യൂണിസോക്ക് T8200 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഇത് പല വേരിയൻറ്റും വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. 64 GB 4 GB റാം, പിന്നെ 128 GB 6 GB വേരിയൻറ്റ്, 8 GB 256 GB വേരിയൻറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 6000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 6.7 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 18 വാട്ട്സിൻ്റെ ചാർജറാണ് ഈ നോവ എന്ന് പറയുന്ന ഈ ഒരു ഫോണിന്, Nova 2 എന്ന് പറയുന്ന
ഫോണിന് ഇറങ്ങാൻ പോകുന്നത് റെൻഡറും കാര്യങ്ങളും ഞാൻ ഇതിലിടാം. അത് പോരാണ്ട് തന്നെ മറ്റേ പ്രൈസും കാര്യങ്ങളും ഇതിൽ റിവീൽ ചെയ്യാം, അടിയിൽ മെൻഷൻ ചെയ്യാം ഏത് സ്റ്റോറേജിന് ഇത്ര വില, ഇത്ര സ്റ്റോറേജിന് ഇത്ര വില എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ വില കേട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് മേടിക്കുക. പിന്നെ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 സ്മാർട്ട് ഫോണുകളും ഏപ്രിൽ 14 തീയതിയാണ് ഇതിൻ്റെ ലോഞ്ചിങ്. ഇനി ഇതിൻ്റെ ഒരു അൾട്രാ സീരീസും വരുന്നുണ്ട്, അതിൻ്റെ സ്പെക്കും ഞാൻ അടുത്തതിൽ പറയാൻ പോകുകയാണ്. AI+ Nova 2 അൾട്രാൻ്റെ സ്പെക്കിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഡിമെൻസിറ്റിൻ്റെ 7400 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 6.8 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീൻ, 144 Hz റിഫ്രഷ് റേറ്റ്, 33 വാട്ട്സിൻ്റെ ചാർജർ, 6 GB റാം, 128 GB വേരിയൻ്റ് ഉണ്ട്, 8 GB റാം, 256 GB വരുന്നുണ്ട്, 33 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്. പിന്നെ 6000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 50 മെഗാ പ്രൈമറി ക്യാമറയും 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കൂടെ പറയുകയാണെന്ന് വെച്ചാൽ ഡിസൈന് ഒരു രക്ഷയല്ല. 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. പ്രൈസും കാര്യങ്ങളും ഞാൻ വീണ്ടും പറയണം, അടിയിൽ മെൻഷൻ ചെയ്യാം. ചില ഫോണുകളൊക്കെ 20,000 മുതൽ ഈ ഒരു ഫോണ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, അതും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. പോരാത്തതിന് ഞാൻ റെൻഡർ ഇടുന്നുണ്ട്, അത് പോയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് 20,000 ഈ ഒരു ഫോണ് വാല്യൂ ഫോർ മണി ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഗോ ആൻഡ് ഗ്രാബ്. അത്ര എനിക്ക് പറയാനുള്ളൂ. വിവോൻ്റെ X300 FE എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, ഒരു ഗ്രീൻ കളർ മോഡലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ അവർ ടെലി കൺവേർട്ടർ കൊടുക്കും എന്നാണ് പറയണത്. അപ്പോൾ നല്ലൊരു തീരുമാനം, എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ അത് വരുമ്പോൾ ഇവർ ടെലി കൺവേർട്ടർ കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. കൊടുത്താൽ അത്രയും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു കാര്യത്തിൽ വരുമ്പോൾ പുതിയ അപ്ഡേറ്റ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇനി നമുക്ക് കമൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് വാട്സാപ്പിലുള്ള അതേ സെയിം സിസ്റ്റം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും എഡിറ്റ് ചെയ്യാം. പക്ഷെ ഇതിനൊരു ടൈം ലിമിറ്റേഷൻ ഉണ്ട്. 15 മിനിറ്റ് വരെ ഗ്യാപ്പുള്ളൂ. 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ടൈപ്പ് ചെയ്തത്, നമുക്ക് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്തത് അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും റീപോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത അപ്ഡേറ്റ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിലെ AI+ ഇനി നമുക്ക് ഹോട്ടൽസിൻ്റെ ബുക്കിംഗ് റിസർവേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു അപ്ഡേറ്റ് ആദ്യം വരാൻ പോകുന്നത് തീർച്ചയായിട്ടും അമേരിക്കയിൽ, അതിനുശേഷം UK വരുന്നുണ്ട്. UK ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഏതാണ് നമുക്ക് വേണ്ട ഹോട്ടൽ, അവിടുത്തെ മെനു കാര്യങ്ങൾ, ഏത് ടൈമിൽ നമുക്ക് സ്കെഡ്യൂൾ ചെയ്യണം, ഏത് സമയത്ത് നമ്മൾ അവിടെ എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയും. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഓപ്ഷൻസ് വരെ നമുക്ക് ഈ ഒരു സെർച്ച് എഞ്ചിനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇവിടെ UAE അതേപോലെ തന്നെ ഇന്ത്യയിലും ഈ അപ്ഡേറ്റ് എത്ര വേഗം റിലീസ് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥനമായിട്ട് ഗൂഗിളോട് പറയാനുള്ളത്. ഇനി ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇനി AI മുഖേനയായിരിക്കും കളികൾ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓപ്പോൻ്റെ X9s Pro എന്ന് പറയുന്ന വേരിയൻറ്റ് നമ്മുടെ ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് അഡാർ ലെവൽ സാധനമാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ചെറിയ സ്ക്രീൻ സൈസാണ്, 6.3 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ, അതും 144 Hz റിഫ്രഷ് റേറ്റ്, അതും LTPO ഡിമെൻസിറ്റി 9500 ചിപ്സെറ്റാണ് വെച്ചിട്ട് ഇറങ്ങാൻ പോകുന്നത്. mAh ബാറ്ററി അല്ല, ഡിമെൻസിറ്റിൻ്റെ 9500 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും LTPO ഡിസ്പ്ലേ ആണ്. പിന്നെ 1.5K റെസൊല്യൂഷൻ, 7025 mAh ബാറ്ററി, 80 വാട്ട്സ് ചാർജർ, പിന്നെ 50 വാട്ട്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. 16 GB വേരിയൻ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. UFS ആണെങ്കിൽ 4.1, സ്ക്രീൻ സൈസ് ആണെങ്കിൽ 6.3 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ OLED പറയാനില്ല, കളർ വൈബ്രൻസീസ് വേറെ ലെവലിൽ തന്നെ. ഇനി ക്യാമറ സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ 200 മെഗാ പ്രൈമറി ക്യാമറയും 200 മെഗാ പെരിസ്കോപ്പ് ക്യാമറയും 50 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ ഒരു ഡെപ്ത് സെൻസർ ക്യാമറ, സ്പെക്ട്രൽ സെൻസർ, അത് 3.2 മെഗാ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അതായത് ആ ഒരു സെൻസറിൽ 3.2ൽ നിങ്ങൾക്ക് വളരെ ഹൈ ആയിട്ട് നല്ല ഡെപ്തും കിട്ടും, കോൺട്രാസ്റ്റും കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ആ സെൻസർ ഉണ്ടാക്കിക്കുന്നത്.
ഇത് ഓപ്പോൻ്റെ ഫൈൻഡ് X9 പ്രോയിലുള്ള അതേ സെയിം സംഭവം തന്നെയാണ് ഈ ഫൈൻഡ് X9s പ്രോയിലും വരാൻ പോകുന്നത്. 7025 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. ഒരു സംശയം എനിക്ക് ഓപ്പോക്കാരോട് ചോദിക്കാനുണ്ട്. അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇതിന് ലെൻസുകൾ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്. ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെ ചെറിയ സ്ക്രീൻ സൈസ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പറ്റിയ ഒരു ഫോൺ കൂടിയാണ്. 6.3 ഇഞ്ചിൽ ഇത്രയും ഹെവി കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഹുവാവിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നു. ഹുവാവിൻ്റെ ഒരു പുതിയൊരു ഫോൾഡബിൾ സ്മാർട്ട് ഫോണ് ഏപ്രിൽ 20 അങ്ങ് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഹുവാവിടെ പ്യൂറ എക്സ് മാക്സ് എന്ന് പറയുന്ന ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. ഒരു തരംഗം ആവാൻ പോകുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. ശരിക്കും ആപ്പിളിനും സാംസങ്ങിനും ഒരു വെല്ലുവിളിയായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങും ആപ്പിളും നിലവിൽ ഡിസൈനും കാര്യങ്ങളും അവർ ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർ ഇറക്കണം മുന്നം തന്നെ ഹുവാവി ചൈനയിൽ ഇത് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹുവാവിയുടെ CEO റിച്ചാർഡ് റിയുവിൻ്റെ കയ്യിൽ ഈ ഒരു മോഡൽ ഉണ്ട്. ഈ ഹുവാവിയുടെ പ്യൂറ എക്സ് മാക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോണ് ഡിമെൻസിറ്റിൻ്റെ ചിപ്സെറ്റ് അല്ല, ഇത് കിറിൻ്റെ 9030 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ വേരിയൻറ്റും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു ഫോണിന് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ആണ്. അതായത് മിക്ക ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ നിങ്ങൾക്കറിയാലോ, ഇങ്ങനെയാണ് സ്മാർട്ട് ഫോൺ വരുന്നത് വലിപ്പം. പിന്നെ ഇങ്ങനെ, ഇത് അങ്ങനല്ല, ഇത് ചെറുതാക്കിയിട്ട് പരത്തിയിട്ടിട്ട് ഇങ്ങനെ, അതായത് ഒരു 4:3 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ എൻ്റെ നിഗമനം വെച്ചിട്ട് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ അതിൽ വരാൻ പോകുന്നത്. പിന്നെ ഇന്നർ സ്ക്രീന് തീർച്ചയായിട്ടും ഒരു 8 ഇഞ്ചോ 8.1 ഇഞ്ചോ വരും. പിന്നെ ഒരു കവർ സ്ക്രീന് ചിലപ്പോൾ ഒരു 6.5 ആവാനാണ് സാധ്യത. കാര്യങ്ങളൊന്നും അവർ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടില്ല മക്കളെ. പക്ഷെ ഏപ്രിൽ 20 വരാൻ പോകുന്നുണ്ട്. ആപ്പിൾ അതേപോലെ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. സാംസങ്ങും പറയുന്നുണ്ട് അവരുണ്ടാക്കും എന്നുള്ളത്. പക്ഷെ ഇത് ഈ ഒരു ഫോണ് ഹുവാവി ഉണ്ടാക്കിയതിൽ ഒരു അത്ഭുതം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഹുവാവിയാണ്. ദേ ഡസ് ഇറ്റ് ബെറ്റർ ദാൻ എവരിബഡി. പിന്നെ ഹുവാവിയുടെ പ്യൂറ 90 അൾട്ര ലോഞ്ച് ചെയ്യാനും പോകുന്നുണ്ട് എന്നാണ് പറയണത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെ ഉണ്ട്, അതും ഞാനിതിൽ ഷെയർ ചെയ്യാണ്. ഈ ഹുവാവിയുടെ പ്യൂറ എക്സ് മാക്സ് എന്ന് പറയുന്ന ഈ ഫോണിൽ AI ഫങ്ഷനാലിറ്റിയും വരാൻ പോകുന്നുണ്ട്. പിന്നെ അത് പോരാണ്ട് സ്റ്റൈലസ് ഫീച്ചറുകളും വർക്ക് ചെയ്യുന്നതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇല്ല. പക്ഷെ ഹുവാവി സ്റ്റോറോ അല്ലെങ്കിൽ Gboxോ വെച്ചിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ വരുന്ന കളറുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനിതിൽ ഇടാം. ഇൻ ജനറലി അബ്സല്യൂട്ട്ലി ഫോണാണ്, ഒരു രക്ഷയില്ലാത്തൊരു മുതൽ. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്, നമ്മുടെ ആപ്പിളിൻ്റെ AI ഗ്ലാസസ് ലോഞ്ച് ചെയ്യും എന്നാണ് പറയണത്. അതിൽ നമുക്ക് കോളിങ്, AI ലൈവ് ട്രാൻസ്ലേഷൻസ് കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ പറ്റും എന്നാണൊക്കെ പറയണത്. ഇത് ഇറക്കുന്നത് ആപ്പിളാണല്ലോ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് തന്നത് നമ്മുടെ റിലയബിൾ സോഴ്സ്, ഒരു ഫാബ്രിസിയോ റൊമാനോ എന്ന് വിളിക്കുന്ന നമ്മുടെ മാർക്ക് ഗർമനാണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു അപ്ഡേറ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ഞാനും വെയിറ്റ് ചെയ്യാണ്. ആപ്പിൾ AI ഗ്ലാസ് എത്ര അടിപൊളിയായിരിക്കും എന്നുള്ളത് ഞാനും ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ആണ്. പിന്നത്തെ ഒരു അപ്ഡേറ്റ് പറയാനുള്ളത്, നമ്മുടെ വിവോൻ്റെ X500 സീരീസ് 2027 ലോഞ്ചിങ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്ളോഗിങ് എക്സ്പീരിയൻസ് ക്യാമറ ഫീച്ചറുകൾ വിവോ X500 സീരീസുകളിൽ ഇവർ കൊണ്ടുവരും എന്നാണ് പറയണത് വിവോക്കാർ.
ആ അപ്ഡേറ്റ് സത്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വിവോ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ദം. കാരണം ഈ വർഷം തന്നെ വിവോ X300 Pro ഇറക്കി, X300 Ultra ഇറക്കി, വേറെ ലെവലിൽ തന്നെ X300 Ultra. ഇനി ഞാൻ വെയിറ്റ് ചെയ്യാണ് വിവോ X500 സീരീസ് എന്തായിരിക്കും, എന്തൊക്കെ വ്ളോഗിങ് ഫീച്ചർ അതിലുണ്ടാകും എന്നുള്ളതാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. വിവോക്കാർ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നെക്സ്റ്റ് നിങ്ങൾ ലെൻസുകളൊക്കെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ടല്ലോ, പറ്റുന്നുണ്ട്. ഒരു 400mm 200mm ലെൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ലെങ്തി ആയാൽ നിങ്ങൾ ക്ഷമിക്കണം. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾ ഈ ഒരു അഭിപ്രായം കേട്ടേ പറ്റൂ. നിങ്ങളൊരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ കൊണ്ടുവരണം. പിന്നെ പോരാത്തതിന് ഞാനിപ്പോൾ ഫോണിലാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. വിവോ X500 സീരീസിൽ ഇനി നിങ്ങൾ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അതിന് ഓട്ടോ ഫോക്കസ് ചെയ്യുന്ന ഫോണുമായിട്ട് നിങ്ങൾ വരണം. അതായത് ഫ്യൂജി ഫിലിമിലും നിക്കോണിലും കാനോണിലൊക്കെ ഈ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഓട്ടോ ഫോക്കസും, സോണിയിലൊക്കെ ഉണ്ടാവും ഓട്ടോ ഫോക്കസ്. അത് നിങ്ങൾ വിവോൻ്റെ X500 സീരീസുകളിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് അഭ്യർത്ഥനമായിട്ട് പറയാനുള്ളത്. ചൈനക്കാരെ നിങ്ങളിത് കേൾക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് നിങ്ങൾ കൊടുന്നേ പറ്റൂ, അറ്റ് എനി കോസ്റ്റ്. നിങ്ങൾ ബാക്കിയുള്ള എല്ലാ സെഗ്മെൻറ്റിലും നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റും കൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലായിട്ട് മാറും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചൈനക്കാർ ചിലപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഇറക്കിക്കഴിഞ്ഞാൽ വേറെ ലെവലിൽ തന്നെ. പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. നമ്മുടെ ഈ ലെനോവോ ലിജിയൻ്റെ ഗെയിമിംഗ് സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഡിസൈനൊക്കെ ഇറക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോട്ടറോളൻ്റെ എഡ്ജ് ഫ്യൂഷൻ, എഡ്ജ് 70 സീരീസ് അതേപോലത്തെ ഡിസൈനൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇതുവരെ ഇറക്കാത്തൊരു കാര്യം യവന്മാർ വീണ്ടും ഇറക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതമൊന്നും തോന്നാനില്ല. പക്ഷേ ഇപ്പോഴത്തെ നിലക്ക് ഇത് ഇറക്കണോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടത്ത് ചോദിക്കാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഹൈക്ക്നെസ് ഇറ്റ്സ് ഡ്രാസ്റ്റിക്കലി 2026 ഒരു ഡ്രാസ്റ്റിക് ഇയർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഗെയിമിംഗ് ഫോണ് ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നത് ആണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇറക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരു അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ ഒരു നെയിം ഡ്രോപ്പ് എന്ന് പറയുന്ന ഫീച്ചർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഈ ഐഫോൺ സീരീസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ, 2 ഫോണുകൾ ഇങ്ങനെ മുട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതേപോലെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതേ സെയിം ഫീച്ചറും ആൻഡ്രോയിഡിലും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് ലൈക്ക് ചെയ്യാം. പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റയുടെ പുതിയൊരു മോഡൽ വരാൻ പോകുന്നു. ഇൻസ്റ്റ 360 സ്നാപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഈ ഡിവൈസിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിവൈസ് കണക്ട് ചെയ്തിട്ട് ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് റെയർ ക്യാമറ വെച്ചിട്ട് വീഡിയോകളും ഫോട്ടോകളും നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മിക്ക ആൾക്കാർക്ക് വരുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ഈ ഫ്രണ്ട് ഫേസിങ് സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി മിക്ക ടൈമിൽ കുറയുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചില ആൾക്കാർ റെയർ ക്യാമറകളിലാണ് ഉപയോഗിക്കുക. അവർ ചിലപ്പോൾ മറ്റേ ഗിംബളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയുടെ 360 സ്നാപ്പ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയർ ക്യാമറയിൽ ക്യാമറയും കൺട്രോൾ ചെയ്യാം, ഫോട്ടോയും കൺട്രോൾ ചെയ്യാം. പിന്നെ പോരാത്തതിന് ഒരു 3.5 ഇഞ്ചിൻ്റെ സ്ക്രീനും കൂടെ വരുന്നുണ്ട്. ആ സ്ക്രീനിൽ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളെ ആപ്ലിക്കേഷൻസ് കൺട്രോൾ ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളെ ഫോണുകൾ കോള് കാണാൻ പറ്റും. പിന്നെ റെയർ ക്യാമറയിൽ തന്നെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാം. അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ അത് 60 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഇത് മാക്സേഫ് സപ്പോർട്ടാണ്. പക്ഷെ മാക്സേഫ് വയർലെസ് ചാർജിങ് വർക്ക് ചെയ്യില്ല. ഫോൺ ഇപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ നേരെ മാഗ്നറ്റിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അത് ഓൾറെഡി അവിടെ അത് സ്റ്റിക്കായി ഇരിക്കും. പിന്നെ അത് പോരാണ്ട് വയർ നേരെ അടിയിലേക്ക് USB-യിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകളും വ്ളോഗിങ്ങും ഒക്കെ നിങ്ങൾക്ക് റെയർ ക്യാമറയിലും കൺട്രോൾ ചെയ്യാനുള്ള ഒരു മുതലായിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ അത് പോരാണ്ട് തന്നെ ഇതിൽ ബിൽറ്റ് ഇൻ റിംഗ് ലൈറ്റ്സും വരുന്നുണ്ട്. അത് നമുക്ക് 6 മോഡ്സിൽ നമുക്ക് കളറുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും.
പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് iOS-ന് മാത്രമല്ല ആൻഡ്രോയിഡിലും ഈ പറഞ്ഞ കാര്യങ്ങളും ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇതൊരു ഡിവൈസാണ്. ഈ ഡിവൈസിൽ നമുക്ക് ആപ്ലിക്കേഷൻസും കൺട്രോൾ ചെയ്യാം, വീഡിയോകൾ എടുക്കാം, ഫോട്ടോകൾ എടുക്കാം, ഇൻസ്റ്റാഡ 360 സ്നാപ്പ്. അപ്പം ഞാനിതിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഞാനിതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ മേടിക്കാൻ ആഗ്രഹമുണ്ട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു മുതലാണ് ഈ ഒരു മുതൽ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് എടുക്കാം. ലാസ്റ്റത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സോണി ഒരു പുതിയൊരു ക്യാമറ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു 16 സ്പെക്ട് വെച്ചിട്ടാണ് ഈ ഒരു ക്യാമറ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോണിയുടെ A7R6 എന്ന് പറയുന്ന ക്യാമറയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതും. അതും 67 മെഗാ പിക്സൽ സെൻസർ, സ്റ്റാക്ട് സെൻസർ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ഫോട്ടോകളൊക്കെ ഞാനിതിലിടാം. ഇനി സ്പെക്ക് വായിക്കാനുണ്ട്, ഇതിൽ കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്പെക്കുകളും ഞാനിതിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഫോർ ദിസ് സ്പെക്ക് ആൻഡ് ദിസ് ക്യാമറ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്പെക്ക് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് സോണിയുടെ ബയോൺസ് XR2 എന്ന് പറയുന്ന സെൻസറാണ് യൂസ് ചെയ്യുന്നത്. വലിയ ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് TV-കളിൽ യൂസ് ചെയ്യുന്ന സെൻസറാണ് യൂസ് ചെയ്യുന്നത്. അതും 2 സെൻസറുകളായിരിക്കും വരാം, അതാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ അത് 67 മെഗാ പിക്സലിൻ്റെ സ്റ്റാക്ഡ് സെൻസറായിട്ടാണ് വരുന്നത്. പിന്നെ ഇൻബോഡി സ്റ്റെബിലൈസേഷൻ അതും 8.5 സ്റ്റോപ്പിലാണ് വരുന്നത്. മിക്ക ക്യാമറകളും നിങ്ങൾക്കറിയാം 6.5 അല്ലെങ്കിൽ 7.5 സ്റ്റെബിലൈസേഷനിലാണ് വരുന്നത്. പക്ഷേ ഈ സോണിയുടെ ഈ A7R6 8.5 സ്റ്റോപ്പിലാണ് വരുന്നത്. അത് ബിഗ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിന്നെ 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. അതും 14-bit റോ ഇലക്ട്രോണിക് ഷട്ടറിലും വർക്ക് ചെയ്യും. പിന്നെ പ്രൊഫഷണൽ ഓട്ടോ ഫോക്കസ്, AI ഓട്ടോ ഫോക്കസ് മോഡ്സും കാര്യങ്ങളുണ്ട്. അത് സിഗ്നിഫിക്കൻ്റ്ലി വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത്. പിന്നെ 16 സ്റ്റോപ്സ് ഡൈനാമിക് റേഞ്ച് ആണ് വരുന്നത്. അപ്പോൾ ഇത് എസ്പെഷ്യലി ഇവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോക്ക് വേണ്ടിയിട്ടാണ്. എക്സ്ട്രീം ലോ ലൈറ്റ് കണ്ടീഷൻസിലും യവന വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഓവർ സാമ്പിളിങ് 10K ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. 8K 30 FPS ഫുൾ ഫ്രെയിം ചെയ്യാൻ പറ്റും. പിന്നെ 6.4 ഓവർ സാമ്പിളിങ് ചെയ്യാം. 4K നമുക്ക് 30 FPS-ഉം 4K നമുക്ക് 60 FPS-ഉം. സൂപ്പർ 35 ആംഗിൾ ഓഫ് വ്യൂ പ്രയോറിറ്റി മോഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയണത്. പിന്നെ 6.4K ഓവർ സാമ്പിളിങ് ചെയ്യാം, അതും 4K 120-ൽ ചെയ്യാം. അത് സൂപ്പർ 35mm ഫോർമാറ്റിലാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡുവൽ 5K ഓവർ സാമ്പിളിംഗ് ഉണ്ട്. അതിൻ്റെ റെസൊല്യൂഷന് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 4K 30-ൽ ചെയ്യാം, അല്ലെങ്കിൽ 4K 60 FPS ഫുൾ ഫ്രെയിമിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് മെയിൻ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവൽ 5K ഓവർ സാമ്പിളിങ് ചെയ്യാം, അതും 4K 120 FPS ഫുൾ ഫ്രെയിം ഫോർമാറ്റിലും ചെയ്യാൻ പറ്റും എന്നാണ് പറയണത്. അതിനും നമുക്ക് ഈ ആംഗിൾ ഓഫ് വ്യൂ പ്രയോറിറ്റി മോഡ് ഓണാക്കിയേ പറ്റൂ. പിന്നെ എന്താ പറയുക, ഇത് ട്രിപ്പിൾ ബാൻഡ് ക്യാമറയും കൂടിയാണ്. അതായത് ഒരു 6 GHz, പിന്നെ ഒരു 5 GHz, പിന്നെ 2.4 GHz ആണ് ഇതിൻ്റെ ബാൻഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡും കാര്യങ്ങളും ഭയങ്കര ഫാസ്റ്റാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഞാൻ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 9.44 OLED ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറിലാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ബ്ലാക്ക് ഔട്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇൻ ജനറലായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ വീഡിയോക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ 10K ഓവർ സാമ്പിളിങ്ങും 6.4K പ്രയോറിറ്റി മോഡ് ഓണാക്കി കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെ. ഇത് ചിലർ പറയുന്നുണ്ട് ഇത് റൂമറാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതൊരു റൂമറാണെന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് A7S3-നെ അല്ലെങ്കിൽ FX30 സീരീസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു
ക്യാമറയാണ് ഈ സോണിയുടെ A7R6. അതും 67 മെഗാ പിക്സലിൻ്റെ സ്റ്റാക്ഡ് സെൻസറിലേക്ക് വരുമ്പോൾ വേറെ ലെവൽ തന്നെ, ഒന്നും പറയാനില്ല. പക്ഷെ ഒരു പോരായ്മ ഇവർ ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിതിൽ ഓപ്പൺ ഗേറ്റ് ഫീച്ചർ കൊടുത്തിട്ടില്ല എന്നുള്ള ഒറ്റ കാര്യമാണ് ഇതിൽ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ബാക്കി ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ടിക്ക് മാർക്ക് ഇടാം. 99% ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ 1% യവന്മാരിതിൽ ഓപ്പൺ ഗേറ്റ് ഫീച്ചർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഉള്ളത്. പക്ഷെ ഈ ക്യാമറ സത്യം പറയാലോ ഹൈ ലെവലിൽ ഇത് നല്ല സെയില് നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്, ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ സോണി ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ടർ പൊട്ടുന്ന ആ കാര്യം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ നിങ്ങൾ ഹൈ റിസർച്ച് ചെയ്തിട്ട് ഹൈ ഡെവലപ്മെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരണം എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഇതൊക്കെയാണ് സ്പെക്ക് കാര്യങ്ങളും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ എസ്പെഷ്യലി ഫോർ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് സെഗ്മെൻറ്റും കൂടിയാണ് ഈ പറയുന്നത്. ഇപ്പം എന്താണ് നിങ്ങളെ താല്പര്യം, എടുക്കാൻ താല്പര്യമുണ്ടോ, എന്തായിരിക്കും പ്രൈസ് എന്തായാലും കൂടും, സത്യത്തിൽ കൂടും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 15,000 റംസൊക്കെ ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം അറിയാലോ പ്രൈസുകളൊക്കെ കൂടിയിട്ടുണ്ട്. A7 വരുന്നത് 10 അപ്പോൾ തീർച്ചയായിട്ടും ഈ A7R6 എന്തായാലും ഒരു 12 അല്ലെങ്കിൽ 15,000 ദിറംസിൻ്റെ ഉള്ളിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രൈസിൻ്റെ നിഗമനം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.